കണ്ണൂരിൽ ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് തീപിടിച്ച് യുവാവിന് മരണം സംഭവിച്ചു. ഇരിട്ടി മട്ടന്നൂർ റോഡിൽ നരേയംപാറയിലാണ് അപകടമുണ്ടായത്. പുളിയനമ്പ്രം സ്വദേശി മുഹമ്മദ് തസ്ലീമാണ് മരിച്ചത്. CK വിജയൻ ചെയ്യുന്നുണ്ട്. വിജയൻ, ഈ തസ്ലീമിന് എത്ര വയസ്സുണ്ട്? എപ്പോഴായിരുന്നു ഈ അപകടം? 2000-ലാണ് തസ്ലീം ജനിച്ചിരിക്കുന്നത്. അതായത് 26 വയസ്സ് ആകുന്നു. ഇന്ന് രാവിലെ ആണ് അപകടമുണ്ടായത്. ബൈക്ക് ആദ്യം ഒരു ഇലക്ട്രിക് പോസ്റ്റിലിടിക്കുന്നു. ആ പോസ്റ്റിലിടിച്ചതിന് ശേഷം തൊട്ടടുത്ത് ആ മതിലിനോട് ചേർന്ന് ഒരു ഓവുചാലിലേക്ക് മറിയുന്നു. ആ മറിയുന്നതോടുകൂടിയാണ് തീപിടുത്തമുണ്ടായത്. അതിൻ്റെ അടിയിൽ പെട്ടുപോവുകയാണ് യഥാർത്ഥത്തിൽ തസ്ലീം. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇതാരാണ് മരിച്ചതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ആകെ അതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഒരു ഡ്രൈവിംഗ് ലൈസൻസാണ്. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് നടത്തിയ പരിശോധനയിൽ തസ്ലീം തന്നെയാണ് എന്ന് ഉറപ്പാക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ഏതാണ്ട് ബൈക്കിന് തീപിടിച്ചപ്പോൾ തന്നെ ഏതാണ്ട് ഒരു 80% പൊള്ളലേറ്റു എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ബൈക്ക് പൂർണ്ണമായും കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ബൈക്കിന് ഈ ഓടയിലേക്ക് വീഴുകയും അതിൻ്റെ മുകളിലേക്ക് ബൈക്ക് മറിഞ്ഞു വീഴുകയും പിന്നീട് തീപിടിക്കുകയും ചെയ്തതോടുകൂടി തന്നെ ഈ തസ്ലീമിന് അവിടെ നിന്ന് എഴുന്നേൽക്കാനോ മാറാനോ രക്ഷപ്പെടാനോ ഒന്നും തന്നെ കഴിഞ്ഞില്ല. അത്രമാത്രം ഗുരുതരമായ പരിക്കാണ് ഈ പൊള്ളലിലൂടെ ഉണ്ടായിട്ടുള്ളത്. അല്പസമയം മുൻപാണ് ഈ തസ്ലീമാണ് എന്ന് സ്ഥിരീകരിച്ചത്.